തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും ഒരു സ്വരമാണ് എന്ന് താങ്കൾ പറഞ്ഞു വയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. അത് സത്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് തന്നെയാണ് വളരെ വ്യക്തമായ ഒരു സന്ദേശം നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതിപ്പോൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടായാലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ജോലി സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു ജീവനക്കാരൻ്റെ കഥയിലേക്ക് തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായ സമ്മർദ്ദം ഏറ്റവും കൃത്യമായി നമുക്ക് കാണിച്ചു തന്നത് ആ ഒരു BLOയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആ പഞ്ചായത്തിലെ ബൂത്ത് ലെവൽ ഏജൻ്റായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വൈശാഖ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ജില്ലാ കളക്ടറിന് തന്നെ പരാതി നൽകുകയുണ്ടായി. അതായത് ഈ ഒരു BLOയുടെ മേൽ CPM സമ്മർദ്ദം ചെലുത്തി. കാരണം കോൺഗ്രസ് പ്രവർത്തകനുമായി ഈ ഒരു പണിക്ക് പോകരുത്. അപ്പോൾ എന്താണ് കളക്ടറുടെ ഭാഗത്തും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിർദ്ദേശം? രണ്ട് പാർട്ടിക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ ആരും പോകണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഇവിടെ പ്രതിസന്ധിയിലേക്ക് വീഴുന്നത്? BLO തന്നെയാണ്. കാരണം ഇപ്പോൾ അതും പ്രത്യേകിച്ചും ഈ ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്ന CPMകാർ തന്നെ പറയുന്നത് ഏതാണ്ട് 90% കുടുംബങ്ങളും അവിടെ CPM കുടുംബങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു BLOയെ ഏറ്റവും കൃത്യമായി സഹായിക്കുവാൻ സാധിക്കുന്നത് അവിടുത്തെ CPM പാർട്ടിക്ക് തന്നെയാണ്. ഈ വൈശാഖ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വന്നതുപോലെ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്താണ്. എന്റെ ക്വസ്റ്റ്യൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്യണം. അതിന്റെ ഒരുപാട് പണികൾ, അതിന്റെ തിരക്കുകൾ, രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ പുറകിലാണ്. അപ്പോൾ BJPയും ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. നിരവധി പഞ്ചായത്തുകളിൽ അവർ മത്സരിച്ച് ജയിക്കാറുമുണ്ട്. അവരും അതിന്റെ തിരക്കിലാണ്. പക്ഷേ BJPക്ക് ഈ സമയത്ത് SIR നടത്തുന്നതിലും അവർക്കും ഒരു കുഴപ്പമില്ല. അവരതിൽ അസ്വസ്ഥതയും കാണുന്നില്ല. അവരുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരൊന്നും ഒരു BLOയും പിന്തുടരുന്നുമില്ല. അപ്പോൾ ഒന്ന് കോൺഗ്രസ്സുകാരും CPMകാരാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ആശങ്ക ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ വോട്ട് പോകുമെന്ന ആശങ്ക പോലും അവർക്കില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ ഫസ്റ്റ് ഫേസ് ഓഫ് ഈ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ അതിൽ പാർട്ടി പ്രവർത്തകർക്ക് വലിയ റോളൊന്നുമില്ല. കാരണം എന്യൂമറേഷൻ മാത്രം നടത്തിയാൽ മതി. പിന്നങ്ങോട്ട് വോട്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും അതിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുന്നതും എല്ലാം ഇനി അങ്ങോട്ടുള്ള ഫേസിലാണ്. ആ സമയം കൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വളരെ കൃത്യമായി അവൈലബിൾ ആയിരിക്കും. ബിജു, ഈ ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ഒക്കെ ഇപ്പോഴല്ല. ഈ ബീഹാറിൽ എങ്ങനെ നടന്നത്? നോമിനേഷന്റെ 10 ദിവസം മുമ്പ് വരെ ആളെ ചേർത്തു. അതായത് അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങിയതിന് ശേഷം 3 ലക്ഷം വോട്ടർമാർ ചേർത്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതുകൊണ്ട് ചേർക്കലും തിരുത്തലും ഒക്കെ ഇപ്പം തീരെയല്ല, അത് നോമിനേഷൻ വരെയുണ്ട്. അതെ അജിം സാർ, താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. സ്ഥാനാർത്ഥി നാമനിർദ്ദേശക പത്രിക പിൻവലിക്കുവാൻ ഉള്ള അവസാന തീയതി വരെ വോട്ടർമാരെ ചേർക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതെല്ലാവരും അറിയേണ്ടതാണ്. SIRന്റെ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പിന്നെയും ആളുകളെ നമുക്കതിൽ ചേർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചേർക്കാൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് ഇത്ര നേരത്തെ അങ്ങനെ ചേർക്കാൻ സാധിക്കും.